അവരെ ഞാൻ ആദ്യമായാണ് അവിടെ വെച്ച് കണ്ടത്. ആ ദിവസം തന്നെ ഇത്രയും വലിയൊരു ആഗ്രഹ സാഫല്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മനു ഇന്ന് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് നേരത്തെ വന്നു. വിയർത്ത് കുളിച്ച് വന്ന അവൻ വേഗത്തിൽ കുളിച്ചൊരുങ്ങി. അത് ഇന്ന് അമ്പലത്തിൽ ഉത്സവമാണ്. മനു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് റെഡിയായി. സുഹൃത്തിനെ വിളിച്ചു. ഡാ, നീ റെഡിയായില്ലേ? വരുന്നില്ലേ അമ്പലത്തിലേക്ക്? ഇല്ലടാ, എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്, നീ പോയിക്കോ. മനു ആകെ നിരാശനായി. ആകെ അമ്പലത്തിലേക്കുള്ള അവനും ഇല്ല. പോവണ്ട എന്ന്. ഒടുവിൽ അവൻ ബൈക്ക് എടുത്ത് പോകാൻ തീരുമാനിച്ചു. ഇന്ന് അവസാന ദിനമാണ്. അധികവും സ്ത്രീകളെ ഉണ്ടാവുള്ളൂ. അവർക്കുള്ള പൂജകളും ഉണ്ടാവും. അങ്ങനെ അമ്പലത്തിലെത്തിയ മനു ചെരുപ്പൊക്കെ സേഫായി വെച്ച് അകത്തേക്ക് കയറി. അതെ, സ്ത്രീകളാണ് കൂടുതൽ. തൊഴാനായി അധികം ആൾക്കാരില്ല. വഴിപാടിന് വേറെ വേറെ വരികയാണ്. അവിടെ തിരക്കുണ്ട്. മനു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് PSC എഴുതാൻ നോക്കുകയാണ്. വൈനോട്ടമൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ ആരെയും ശരിയായി കിട്ടിയില്ല. അമ്പലത്തിലും അവൻ ആരൊക്കെയോ തിരഞ്ഞു. ചിലരൊക്കെ ചിരിച്ചു, ചിലർ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അവൻ ഷർട്ട് അയച്ചു. ജിമ്മിലും കളിക്കാനൊക്കെ പോകുന്നത് കൊണ്ടും നല്ല ബോഡിയാണ്. അവനങ്ങനെ ഉള്ളിൽ കയറി തൊഴുതു. അധികം ആരുമില്ല. പെട്ടെന്ന് ഒരു ഭാര്യയും ഭർത്താവും അവൻ്റെ മുന്നിലൂടെ വരികയാണ്. അവൻ അവളെ തന്നെ നോക്കി. ഒരു ഓറഞ്ച് കറുപ്പ് കളർ സാരി, നല്ല വെളുത്ത നിറം, നല്ല തടിയുമുണ്ട്, അത്യാവശ്യം മുടിയും. ഇപ്പോൾ ഭർത്താവ് തൊഴുതു പോയി. ബാക്കിൽ വന്ന അവളെ അവൻ കണ്ണും ചിമ്മാതെ നോക്കുകയാണ്. അവളെ ഇപ്പോൾ തൊഴുത് തനിക്ക് മുൻപിലൂടെ പോകുന്നു. അവൻ അവരെ ഒന്ന് നോക്കി. ഇപ്പോൾ അവർ അവിടെ നിന്ന് ചുറ്റും നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവർ താഴെ വീണ നാണയം എടുക്കാനായി കുനിഞ്ഞു. അവർ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന മനുവിനെയാണ്. അവരെന്തോ പോലെയായി. അവൾ ശ്രദ്ധിച്ചില്ല. അവൾക്ക് പറ്റിയ അമളി മനസ്സിലാക്കി അവൾ സാരി കൊണ്ട് മറിച്ച് ദേഷ്യത്തോടെ അവനെ നോക്കി. അവൻ പക്ഷേ അവരോടൊന്ന് പുഞ്ചിരിച്ചു. നാവുകൊണ്ട് ചിരിച്ചു. അവർ പതിയെ നടന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്തോ ഒരു കാന്തശക്തി പോലെ അവനും പിന്നാലെ വരുവാൻ തുടങ്ങി. അമ്പലത്തിലാണേലും ഇതുപോലൊരു കാഴ്ച തൊട്ടടുത്ത് കണ്ടാൽ ആരായാലും ഒന്ന് നോക്കും. അങ്ങനെ പുറത്ത് പ്രദക്ഷിണം നടത്താൻ അവരും പിന്നാലെ അവളും നടന്നു നീങ്ങി. ഒരു 35-ന് പ്രായം. അവൻ ഓരോന്ന് നോക്കി നടക്കുമ്പോൾ ഭർത്താവ് വന്ന് അവരോട് പറഞ്ഞു. പുറത്തുണ്ടാവും, വഴിപാടൊക്കെ തീരാൻ വൈകും, ഇനി കഴിഞ്ഞിട്ട് ഫോൺ വിളിക്കുക. ഞാൻ പുറത്തുണ്ടാവും. അവിടെ സ്റ്റേജ് പരിപാടിയുണ്ട്. അത് കഴിയുമ്പോഴേക്കും നിന്റെ വഴിപാടും കഴിയും. 10 മണിയാവും എന്തായാലും. അവൾ തലയാട്ടി. അതും പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയി. മഴ ആകെ മൂടിക്കെട്ടുന്നുണ്ട്. പുറത്ത് അവൾ തൊഴുതു. ഞാനും ഒപ്പം തൊഴുതു. പെട്ടെന്ന് അവൾ എന്നെ ഒന്ന് നോക്കി മുഖം തിരിച്ചു. ഞാൻ മെല്ലെ പുറത്തേക്ക് നടന്നു. വലിയ പ്രദക്ഷിണ വഴിയാണ്. എല്ലാ ഭാഗവും നല്ല ദൂരമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമായി വിളിച്ചു കൂവിയാൽ പോലും കേൾക്കില്ല. വഴിയിൽ പഴയൊരു 2 നില കെട്ടിടമുണ്ട്. അത് ഉപയോഗിക്കാറില്ല എന്ന് കണ്ടാൽ അറിയാം. എന്നാലും ലൈറ്റൊക്കെ ചുറ്റും കൊടുത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചമൊക്കെ ഉണ്ട്. പക്ഷേ അത് അമ്പലത്തിന് പുറത്താണ്. ചെറിയൊരു ഗേറ്റ് അവിടെയുണ്ട്. പണ്ട് നമ്പൂതിരിമാരുടെ വീടെന്തോ ആണ്. അങ്ങനെ മനു പതിയെ തൊഴുത് ആ ഇടവഴിയിലേക്ക് നിന്നു. ഇവിടുന്ന് രണ്ടാൾക്ക് പോകാനുള്ള വഴിയുള്ളൂ. മനു പെട്ടെന്ന് അവിടെ നിന്നു. ഇപ്പോൾ ആ വലിയ വീടിൻ്റെ ഗേറ്റ് അവനടുത്താണ്. അവൻ അവിടെ നിന്ന് പുറത്തേക്ക് വഴിയുടെ ഒരു സൈഡിലേക്കായി നിന്നു. അവനറിയാം, ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ കണ്ട ആ സുന്ദരി ഇപ്പോൾ തനിക്ക് അടുത്തായി പോകുമെന്ന്. അവൻ അവിടെ നിന്നാൽ അവൾക്ക് കഷ്ടിച്ച് മാത്രമേ അതിൽ പോകാൻ കഴിയുള്ളൂ. മഴ ചെറുതായി ചാറാൻ തുടങ്ങി. അവൾ നടന്നു വരുന്നുണ്ട്. ചുറ്റും ആരുമില്ല. മഴയായതിനാലും വഴിപാടിന് ഉള്ളിൽ മണിയടിച്ചതിനാലും ഇനി ആരും ഇവിടേക്ക് വരാൻ സാധ്യതയില്ല. പിന്നെ ഇരുട്ടായി തുടങ്ങി. ലൈറ്റ് നല്ല വെളിച്ചമുണ്ട്. ചെറിയ വഴിയായതുകൊണ്ട് ഇവിടേക്ക് നല്ല വെളിച്ചം കൊടുത്തിട്ടുണ്ട്. അവൾ മഴ പെയ്തപ്പോൾ പതിയെ സാരി തലയെടുത്ത് തലയിൽ വെച്ച് നടന്നു വരികയാണ്. കയറി നിൽക്കാനാണെങ്കിൽ ആ പഴയ വീട് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടും മനു ഭാഗ്യം തന്നെയാണെന്ന് ഉറപ്പിച്ചു. അവൾ നനഞ്ഞു വരുമ്പോൾ മനു അവിടെ നിന്ന് പുറത്തേക്ക് വെറുതെ തൊഴുകയാണ്. അവിടെ ഒന്നുമില്ല. പക്ഷേ മനു അങ്ങനെ നിൽക്കുമ്പോൾ അവൾക്ക് അടുത്തുകൂടി പോകണം. പതിയെ അവൾ അടുത്തേക്ക് എത്തി. മഴ ശക്തി കൂടി വരുന്നു. ഇവിടുന്ന് ആൾക്കാർ നിൽക്കുന്ന അവിടേക്ക് 2 സൈഡ് കടന്നു പോകണം. അതിനാൽ അപ്പുറം എത്തുമ്പോഴേക്കും ആകെ നനഞ്ഞ് പിണ്ടിയാവും. അവൾ തലയിൽ സാരി തുമ്പ് വെച്ച് വരുമ്പോൾ തന്നെ മഴത്തുള്ളി വന്ന് വീണ് ആകെ നനഞ്ഞു തുടങ്ങിയിരുന്നു. അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ കണ്ണടച്ച് തൊഴുതു നിൽക്കുന്നത് കണ്ട് അവർ മുന്നിലൂടെ പോകാൻ നോക്കുമ്പോൾ മനു തൻ്റെ കാലറിയാത്ത പോലെ മുന്നിലേക്ക് നീട്ടി. ശക്തമായ മഴയും കാറ്റും കാരണം അവർക്ക് നേരെ ഒരു വെളിച്ചം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അവൻ കാൽ അറിയാതെ നീട്ടിയതും അവൾക്ക് ആകെ ബാലൻസ് നഷ്ടപ്പെട്ടു. കാല് തെറ്റി അവനിലേക്ക് വീഴുകയും ചെയ്തു. വീണതും രണ്ടാളും കൂടി എഴുന്നേറ്റു. അവൻ്റെ മേലേക്ക് വീണതിനാൽ അവരുടെ സാരിയിൽ അഴുക്കൊന്നുമായില്ല. എന്നാൽ മഴ ശക്തി കൂടാനും തുടങ്ങി. വേറെ വഴിയില്ലാതെ അവൻ അവരുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവൾ വേഗം തന്നെ അവൻ്റെ കൂടെ അങ്ങോട്ടേക്ക് ഓടിക്കയറി. വേറൊരു വഴിയും അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവളുടെ പേര് ചോദിച്ചു. പിന്നെ സ്ഥലം ഒക്കെ ചോദിച്ചു. രജനി എന്ന് പറഞ്ഞു. ഇവിടുന്ന് കുറച്ച് ദൂരമേ അവരുടെ വീട്ടിലേക്കുള്ളൂ. പക്ഷേ ഞാനിതൊരു കണ്ടിട്ടില്ലോ എന്ന് അവൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങളിവിടെ വന്നിട്ട് 2 മാസം ആവുന്നതേ ഉള്ളൂ. ചേട്ടനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയതാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഈ അമ്പലത്തിൽ പ്രാർത്ഥിച്ചാൽ ഇവിടുത്തെ എന്തോ പ്രത്യേകതരം ഒരു വഴിപാടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവിടെ ആ വഴിപാട് കഴിച്ചാൽ സന്താനഭാഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചു കൊണ്ടത് മാത്രമാണ് ചേട്ടനും എൻ്റെ കൂടെ വന്നത്. ചേട്ടനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. ഈ കാര്യങ്ങളിലെന്നല്ല, ഒരു കാര്യത്തിൽ ചേട്ടനോ ഒരു വിശ്വാസമോ താല്പര്യമോ ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞ് 5 വർഷമായെങ്കിലും ഇതുവരെ സുഖത്തോടെയുള്ള ഒരു ദാമ്പത്യം പോലും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ചേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അങ്ങനെ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ചേട്ടൻ്റെ സന്തോഷങ്ങളാണ് എൻ്റെ സന്തോഷങ്ങൾ. എൻ്റെ സന്തോഷം അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ എൻ്റെ സന്തോഷങ്ങൾ എന്താണെന്നോ എനിക്ക് എന്താണ് വേണ്ടതെന്നോ ഒന്നും ഇതുവരെ ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടില്ല. ഒന്നും കണ്ടറിഞ്ഞ് ചെയ്ത് തന്നിട്ടുമില്ല. പണ്ടൊക്കെ ഞാനതിൽ ഒരുപാട് വിഷമിച്ചു. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നും എനിക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന്. ഇങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതം പോകുന്നത്. അതുകൊണ്ട് ആ ജീവിതത്തോട് ഞാൻ പതിയെ പതിയെ പൊരുത്തപ്പെടാൻ പഠിച്ചു. എന്നാലും ഒരു കുഞ്ഞിക്കാൽ എൻ്റെ വയറ്റിൽ പെറുക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങോട്ട് വന്നത്. എൻ്റെ ആ ആഗ്രഹം നേടിയെടുക്കാനും
ആൻറ്റി ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടും നല്ല സമയത്താണ്. ആൻറ്റിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ആൻറ്റിക്ക് വേണ്ടി ചെയ്തു തരാം. അപ്പോഴും മഴ നല്ലപോലെ ഇരച്ച് പെയ്യുകയായിരുന്നു. അത് മാറുന്നവരെ അവർ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. കൂടെ ഒരു സന്തോഷത്തിൻ്റെ വാതിലും അവർക്ക് അവിടെ തുറക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ജനാലയിലൂടെ ആ ദൂരെ അവളുടെ ഭർത്താവ് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അയാളോട് പുച്ഛമാണ് തോന്നിയത്. ഇങ്ങോട്ടൊന്നും കാണുന്നില്ല എന്ന് മനുവിന് വ്യക്തമായിരുന്നു. ഇപ്പോൾ അവൾക്കും ഭർത്താവിനെ ശരിക്കും കാണാം. അവളുടെ മുഖം പുറത്തേക്ക് നോക്കിയതും അവളുടെ ഭർത്താവിനെ അവൾ ശരിക്കും കണ്ടു. അവളുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും എല്ലാം കയറി വന്നു. അത് കണ്ട് പിറകിൽ നിന്ന് അയാൾ കാണില്ല, പേടിക്കേണ്ട ആൻറ്റി എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ മഴ അവസാനിച്ചു. ഞങ്ങൾ മെല്ലെ ഗേറ്റ് കടന്നു. ഞാൻ നമ്പർ മേടിച്ചു. ഇനി പറ്റുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. പോകുമ്പോൾ കണ്ണു നിറഞ്ഞ ആൻറ്റിയെ അവനൊന്ന് ആശ്വസിപ്പിച്ചു. പതിയെ അവർ തിരക്കിലേക്ക് നീങ്ങി. അവർ അവളെ ഭർത്താവുമായി പതിയെ സ്റ്റെപ്പ് ഇറങ്ങി. തൊട്ട് ബാക്കിൽ അവനും കാറിൽ കയറി അവളെ ഒന്നുകൂടി നോക്കി. തിരിച്ച് അവളും വീട്ടിലെത്തി. അവൾക്ക് ഹായ് അയച്ചു. റിപ്ലൈ കിട്ടാഞ്ഞപ്പോൾ ഓരോന്ന് ആലോചിച്ച് അങ്ങനെ കിടന്നു. പിന്നെ അവളെ പിന്നീടൊന്നും അവൻ കണ്ടിട്ടില്ലായിരുന്നു. ശേഷം ഒരു 6 മാസം കഴിഞ്ഞു. അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് അവൾ മെസ്സേജ് അയച്ചു. അത് കണ്ടപ്പോൾ സന്തോഷമായി. ഞാൻ ഒളിച്ചു നിന്ന് തന്നെ അവരെ കണ്ടു. അത് കണ്ടതും എനിക്ക് വിശ്വസിക്കാനായില്ല. ആൻറ്റി ഗർഭിണിയായിരുന്നു. ഒരു 6 മാസത്തോളമെങ്കിലും ആയി കാണുമെന്ന് എനിക്ക് തോന്നി. ആൻറ്റിയും ഭർത്താവും ഒത്തിരി സന്തോഷത്തിലാണ്. അയാൾ പണ്ടത്തെ പോലെ ആയിരുന്നില്ല. ആൻറ്റിയുടെ അടുത്തു നിന്നും മാറുന്നുണ്ടായിരുന്നില്ല. ആൻറ്റിയെ അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് അയാൾ പരിചരിച്ചു കൊണ്ട് നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പണ്ടത്തെ സ്വഭാവമെല്ലാം മാറിയിട്ടുണ്ടെന്ന് ആൻറ്റിയുടെ മുഖത്തെ സന്തോഷത്തിൽ നിന്നും ഞാൻ വായിച്ചെടുത്തു. എന്നെ കൊണ്ട് ഇത്രയെങ്കിലും സാധിച്ചല്ലോ എന്ന സന്തോഷം എനിക്കുണ്ടായി. പിന്നെ ഞാൻ ആൻറ്റിയുടെ മുന്നിലേക്ക് പോയില്ല. ആ സന്തോഷത്തെ തട്ടിത്തെറിപ്പിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ആ സന്തോഷം കണ്ട് ഞാനും ഒത്തിരി സന്തോഷിക്കുക മാത്രം ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ കരുത്തേക്കുന്നത്. അപ്പോൾ ഇതിലും നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. കാത്തിരിക്കണേ. അപ്പോൾ നല്ലൊരു കഥയുമായി നാളെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ ഫ്രണ്ട്സ്.